നടന്നോട്ടെ ഏട്ടാ, നടന്നോട്ടെ. നമ്മളെ അങ്ങായി ഇവർക്ക് നമ്മൾ തീരെയില്ല, നമ്മളോട് ഒരു ഒന്നുമില്ല. നമുക്ക് ചായ മേടിച്ചിരുന്ന നമുക്ക് ഇതാ മോനെ നല്ലോണം എഴുതണേ, ഇതെല്ലാം എടുത്തിട്ട് പോയാൽ പോരാ. വീട് നമ്മളല്ല വോട്ടറാണ്. പ്രവർത്തകർക്കൊപ്പം റോഡിലൂടെ നടക്കുന്നു. അഭിവാദ്യങ്ങൾ. എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ റാലി സ്വന്തം മണ്ണായ പിണറായിയിൽ എത്തിയിരിക്കുകയാണ്. 100 കണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വഴിയിലെ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഇതാ പിണറായിയിൽ അദ്ദേഹത്തിന്റെ കാറിൽ നിന്നിറങ്ങി റോഡിലൂടെ പ്രവർത്തകർക്കൊപ്പം നടന്നുകൊണ്ട് ആളുകളെയൊക്കെ കണ്ട് സംസാരിച്ച് നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അപ്പോൾ പിണറായിയിൽ കാണുന്നത്. എന്തായാലും ഈ ഒരു തവണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും പിണറായി 3.0യിലേക്ക് LDF പ്രവർത്തകരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമാകുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഓരോ മണ്ഡലത്തിലും CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇന്നിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കണ്ണൂർ എയർപോർട്ടിൽ നിന്നിറങ്ങി 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോ ആയി ധർമ്മടത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പിണറായിയിലാണ് എത്തി നിൽക്കുന്നത്. റോഡിൽ നിന്നിറങ്ങി വാഹനത്തിൽ നിന്നിറങ്ങി ആളുകൾക്കൊപ്പം നടക്കുന്ന പിണറായിയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രതികരണത്തിന് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിൽ ജനങ്ങളെ അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് ഇടതുപക്ഷം. പിണറായി 3.0യിലേക്ക് കാത്തിരിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ഓരോ അണികളും. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്ന. ഒരു പ്രതികരണത്തിലേക്ക് അനീഷ, എന്തായാലും ഇപ്പോൾ പിണറായിയിൽ എത്തിക്കൊണ്ട് സ്വന്തം നാട്ടിൽ അവരുടെ ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും വലിയ ഒരു നീണ്ട നിര തന്നെയാണ് വരുന്ന വഴിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. 100 കണക്കിന് പ്രവർത്തകർ കൊടിയും പിടിച്ച് മുദ്രാവാക്യം പിടിച്ച് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ വഴിനീളെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ തന്നെ മറുപടി ആയിരിക്കും ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിമർശനങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഒരു പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടു കൂടി LDF-ന്റെ മുഴുവൻ അണികളും വലിയ ആവേശത്തിലാണ് എന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വാദപ്രതിവാദങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം
ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇടത് ക്യാമ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിണറായി സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജില്ലാ നേതാക്കളോടൊപ്പം നാട്ടുകാരൊക്കെ തന്നെ കണ്ടുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രതികരണത്തിന് എന്തായാലും ഇപ്പോൾ അദ്ദേഹം കാറിലേക്ക് കയറുകയാണ്. എന്തായാലും പിണറായി 3.0 വലിയ ആവേശത്തോടെ LDF പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയ ഈ റോഡ് ഷോയെ കാണാൻ അതിവലിയ തരത്തിൽ ശ്രദ്ധ നേടുന്നു. ഇതിലൂടെ ഈ പറഞ്ഞതുപോലെ മൂന്നാമതും